ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണെന്നല്ലേ, പണ്ട് നമ്മൾ ചെറുതായിരിക്കുമ്പോൾ നമ്മളടുത്ത് ആൾക്കാർ പറയില്ലേ, ആരാണ് ദൈവം, നമ്മൾ ആപത്തുപ്പെടുമ്പോൾ രക്ഷിക്കുന്നവരാണ് ദൈവം എന്ന് പറയില്ലേ, അങ്ങനെയുള്ള ഒരു കഥയാണ് ഇന്ന്. ഞാൻ ഇറ്റലിയിൽ സോളോ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇറ്റലിയിൽ കാപ്രി എന്ന് പറഞ്ഞിട്ട് ഒരു ഐലൻഡ് ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ള, അതിമനോഹരമായിട്ടുള്ള ഒരു ഐലൻഡ്. അവിടെ ഭയങ്കര ലക്ഷൂറിയസ് ആണ് കേട്ടോ, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷേ അത്രയും മനോഹരമായ സ്ഥലം ഇറ്റലി വരെ പോയിട്ട് കണ്ടില്ലെങ്കിൽ എനിക്ക് വിഷമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ അധികം പൈസ ചിലവാക്കിയിട്ട് ട്രാവൽ ചെയ്യുന്ന ആളല്ലാത്തത് കൊണ്ടും അത്രയും പൈസ കയ്യിലില്ലാത്തത് കൊണ്ടും ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, രാവിലെ കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റിൽ പകുതി കഴിച്ചിട്ട് പകുതി ഞാൻ പൊതിഞ്ഞെടുത്തു. എന്നിട്ട് ഒരു കുപ്പി വെള്ളവും എടുത്തിട്ട് ലഞ്ചിന് ഇത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ എൻ്റെ യാത്ര തുടങ്ങി. കാപ്രി ഐലൻഡിൽ പോയി അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് 12 മണിയാകുമ്പോഴത്തേനും ഏകദേശം എൻ്റെ വെള്ളം കഴിഞ്ഞു. ഏകദേശമല്ല, വെള്ളവും കഴിഞ്ഞു, ഭക്ഷണവും കഴിഞ്ഞു. അവിടെ ഭയങ്കര ചൂടായിരുന്നു. ആ ടൈമിൽ സമ്മറായിരുന്നു, 40 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ബ്ലൂ ഗ്രോട്ടോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര മനോഹരമായിട്ടുള്ള ബയോലൂമിനസെൻസ് പോലെ തോന്നിക്കുന്ന ലൈറ്റ് വന്ന് റിഫ്ലക്റ്റ് ചെയ്ത് ഭയങ്കര ബ്ലൂ ലൈറ്റ് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കേവിൽ, കടലിൻ്റെ ഉള്ളിലുള്ള ഒരു കേവിൽ പോകുക എന്നുള്ളതായിരുന്നു അടുത്ത ലക്ഷ്യം. അതിനാണെങ്കിൽ 1 മണിക്കൂർ ബോട്ടിൽ പോകണം. ഞാൻ ബോട്ടിൽ കയറി. കൂടെ ഒരു 10-20 ആൾക്കാരുണ്ട്. അപ്പോൾ വെള്ളമില്ല, ചൂടാണ്, കടലിലാണ്. ആ കടലിൻ്റെ ഓളങ്ങളും ഈ ദാഹവും ചൂടും ഒക്കെ കൂടി എനിക്ക് ഭയങ്കര പ്രശ്നമായി. തലകറക്കം വന്നു, ഛർദി വന്നു, ഛർദിക്കാൻ വരുന്നു. എനിക്ക് ഒട്ടും വയ്യ. ഞാൻ എന്നിട്ട് ഈ ബ്ലൂ ഗ്രോട്ടോയിൽ ആ കേവിൽ പോകണമെങ്കിൽ ചെറിയ വഞ്ചിയിൽ 2 പേർക്കൊക്കെ മാക്സിമം പോകാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ, കുറേ പേരുണ്ടല്ലോ, ഇവരൊക്കെ ആദ്യം പോട്ടെ, ഞാൻ അവസാനം പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ബോട്ടിൽ തന്നെ കിടന്നിട്ട് അവസാനം എൻ്റെ ഊഴം വന്നപ്പോൾ ഞാൻ പോയി തിരിച്ചു വന്നപ്പോൾ അവിടെ ബോട്ടിലെ ആൾക്കാർ വെള്ളം വിൽക്കുന്നുണ്ട്. 1/2 ലിറ്റർ ബോട്ടിലിന് €1. €1 എന്ന് വെച്ചാൽ ഇന്നത്തെ 100 രൂപ നമ്മുടെ. ഞാൻ എന്നിട്ട് പേഴ്സ് തുറന്ന് നോക്കി, എൻ്റെ കയ്യിൽ കാശില്ല, കാർഡ് മാത്രമേ ഉള്ളൂ. ഞാൻ കാർഡ് കൊടുത്തിട്ട് ചോദിച്ചു, കാർഡ് എടുക്കുമോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞില്ല, കാർഡ് എടുക്കില്ല, കാശ് തന്നെ വേണമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിലില്ല. എനിക്കാണെങ്കിൽ തലകർക്കും ഒക്കെ ആയിട്ട്, ചുറ്റും വെള്ളം, മുന്നിൽ വെള്ളം, കുപ്പി വെള്ളം, പക്ഷെ എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് എന്തോ ഭയങ്കര സങ്കടം വരുന്നു, കരച്ചിൽ വരുന്നു. അപ്പോൾ എൻ്റെ പുറകിലുണ്ടായിരുന്ന ഒരു ലേഡി എൻ്റെ അടുത്ത് ചോദിച്ചു, വെള്ളം വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നിട്ട് ആ പുള്ളിക്കാരി എനിക്ക് വെള്ളം വാങ്ങിച്ചു തന്നു. അന്നാണ് ഞാൻ അവസാനമായിട്ട് എൻ്റെ ലൈഫിൽ ഗോഡിനെ കാണുന്നത്.